ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ അതിൻ്റെ കുറച്ച് തിയറി ഭാഗങ്ങളും കൂടി ഉണ്ട്. ആ തിയറി ഭാഗങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ച് തിയറി ഭാഗം കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ EST എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് EST, EFT, LST, LFT എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ EST എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ടൈമിനെയാണ് നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ EST എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം ഓഫ് ടെയിൽ എൻഡ് ഇവൻറ്റ് എന്നും പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ടൈം അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ടൈമിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? EST എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം പ്ലസ് ആക്ടിവിറ്റി ടൈം. ആക്ടിവിറ്റി ഡ്യൂറേഷൻ്റെ കൂടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും കൂടെ ആഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയുക? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് EST പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. ESTയുടെ കൂടെ നമ്മൾ ആക്ടിവിറ്റി ഡ്യൂറേഷൻ അല്ലെങ്കിൽ ടൈം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം നമുക്ക് കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ടിവിറ്റി ഡ്യൂറേഷൻ തന്നിട്ടുണ്ടാവും. ആക്ടിവിറ്റി ചെയ്ത് തീർക്കേണ്ട ഡ്യൂറേഷനും അതോടൊപ്പം തന്നെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ്. ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യേണ്ട ഏർലിയസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലെങ്കിൽ LST. എന്താണ് LST എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാതെ നമുക്ക് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? LST എന്ന് പറയുന്നത്. അതായത് ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റ് കംപ്ലീഷൻ ചെയ്യുന്നതിൻ്റെ ടൈം ഡിലേ ചെയ്യാതെ നമുക്ക് ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. അതായത് എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് ഡിലേ ആകാതെ അല്ലെങ്കിൽ കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റിനെ ഡിലേ ആകാതെ അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് അതിനെന്ത് പറയുന്നത്? ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൻ്റെ ആക്ടിവിറ്റി ഡ്യൂറേഷൻ കുറയ്ക്കണം. അപ്പോൾ LST = LFT മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. അപ്പോൾ LST കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് LFTയിൽ നിന്നും ആക്ടിവിറ്റി ഡ്യൂറേഷൻ നമ്മൾ കുറയ്ക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം അല്ലെങ്കിൽ LFT എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം ഓഫ് ദ ഹെഡ് ഇവൻറ്റ്. ഹെഡ് ഇവൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ഇവൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 തരത്തിലുള്ള ടൈമുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഒന്ന് EST, പിന്നൊന്ന് EFT, പിന്നൊന്ന് LST, പിന്നൊന്ന് LFT. EST എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഏർലിയസ്റ്റ് ടൈമിനെയാണ് EST എന്ന് പറയുന്നത്. EFT എന്ന് പറഞ്ഞാൽ EST പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷനാണ്. അതായത് ഏർലിയസ്റ്റ് ടൈമിൻ്റെ കൂടെ ആക്ടിവിറ്റി ഡ്യൂറേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കിട്ടും. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമിൽ നിന്നും ആക്ടിവിറ്റി ഡ്യൂറേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം കിട്ടും. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീഷൻ ചെയ്യാൻ ഡിലേ ചെയ്യാതെ നമുക്ക് പ്രൊജക്റ്റ് കംപ്ലീഷൻ ചെയ്യുന്നത് ഡിലേ ചെയ്യാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാതെ നമുക്ക് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് നമ്മൾ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്.
പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ഡിലേ ചെയ്യാതെ നമുക്ക് ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ലേറ്റസ്റ്റ് ടൈമിനെയാണ് LST എന്ന് പറയുന്നത്. LFT എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്റ്റ്. ഇനി എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ ഏറ്റവും കാലതാമസം എടുക്കുന്ന പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ആ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ദ പ്രൊജക്റ്റ് ഇൻ ടു വേരിയസ് ആക്ടിവിറ്റീസ് സിസ്റ്റമാറ്റിക്കലി. പ്രൊജക്റ്റിനെ നമ്മൾ വ്യത്യസ്ത ആക്ടിവിറ്റികളാക്കിയിട്ട് സിസ്റ്റമാറ്റിക്കലാക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ആൾ ദ ആക്ടിവിറ്റീസ് ആർ ടു ബി അറേഞ്ച്ഡ് ലോജിക്കലി. എല്ലാ ആക്ടിവിറ്റീസും ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക. ദെൻ കൺസ്ട്രക്റ്റ് ആൻ ആരോ ഡയഗ്രാം. അതിനുശേഷം ഒരു ആരോ ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ആൾ ദ നോട്ട്സ്. അതായത് എല്ലാ ഇവൻറ്റുകൾക്കും നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ആക്ടിവിറ്റികൾക്കും നമ്പർ കൊടുക്കുക. മാർക്ക് ആക്ടിവിറ്റി ടൈം ഓൺ ആരോസിൻ്റെ തന്നെ മാർക്ക് ആക്ടിവിറ്റി ടൈം മാർക്ക് ചെയ്യുക. ആരോസിന് ആക്ടിവിറ്റി ടൈം മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഈ 4 എണ്ണം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാർക്ക് ദീസ് ടൈംസ് ഓൺ ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രത്തിൽ ഈ ടൈമുകൾ മാർക്ക് ചെയ്യാം. അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദ ടോട്ടൽ ഫ്ലോട്ട് ഫോർ ഈച്ച് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റിയുടെയും ടോട്ടൽ ഫ്ലോട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസിഡറിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏർലിയസ്റ്റ് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ടൈം ഫോർ ഈച്ച് ഇവൻറ്റ്. ഓരോ ഇവൻറ്റിൻ്റെയും ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്ലോട്ട് എന്നുള്ളത് കിട്ടുക. അപ്പോൾ നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലൊക്കേറ്റ് ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ക്രിട്ടിക്കൽ ആക്ടിവിറ്റികൾ ലൊക്കേറ്റ് ചെയ്യുക. ദ ആക്ടിവിറ്റീസ് വിത്ത് 0 ഫ്ലോട്ട് ആർ ദ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. 0 ഫ്ലോട്ടുള്ള ആക്ടിവിറ്റികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കണക്ട് ദീസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ബൈ എ ഡബിൾ ലൈൻ ആരോ. ഈ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ ഡബിൾ ലൈൻ ആരോ കൊണ്ട് കണക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിട്ടിക്കൽ പാത്ത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ. അതിനുശേഷം നമ്മൾ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളത് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ പ്രൊജക്റ്റിനെ വേരിയസ് ആക്ടിവിറ്റികളായിട്ട് സിസ്റ്റമാറ്റിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിനെ ലോജിക്കലായിട്ട് അറേഞ്ച് ചെയ്യുക, എന്നിട്ടൊരു ആരോ ഡയഗ്രാം കൺസ്ട്രക്റ്റ് ചെയ്യുക. ആരോ ഡയഗ്രത്തിന് ആക്ടിവിറ്റികളും നോഡുകളും നമ്പർ ചെയ്യുക. പിന്നെ ഓരോ ആരോസിൻ്റെയും ആക്ടിവിറ്റികൾക്ക് ടൈം നമ്മൾ ആരോസിൽ കൊടുക്കുക. മാർക്ക് ആക്ടിവിറ്റി ടൈം ഓൺ ആരോസിലെ ആക്ടിവിറ്റി ടൈം മാർക്ക് ചെയ്യുക. പിന്നെ EST, EFT, LST, LFT ഈ 4 എണ്ണം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആരോ ഡയഗ്രത്തിൽ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ടോട്ടൽ ഫ്ലോട്ട് ഡിറ്റർമിൻ ചെയ്യുക. ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണിത്. പിന്നെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റികൾ ലൊക്കേറ്റ് ചെയ്യുക. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഫ്ലോട്ടുള്ള ആക്ടിവിറ്റികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. അതിനുശേഷം ക്രിട്ടിക്കൽ ആക്ടിവിറ്റികളെ ഡബിൾ ലൈൻ ആരോ കൊണ്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കിട്ടും. അതിനുശേഷം നമ്മൾ ടോട്ടൽ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള 2 ടേമാണ് സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ടേമുകളും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട്. ഫ്ലോട്ട് ഓർ സ്ലാക്ക് ഓർ ഫ്രീ ടൈം ഈസ് ദ length of time in which a non-critical activity or event can be delayed or extended without delaying the total project completion time. ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ടൈം ഡിലേ ചെയ്യാതെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി നടപ്പിലാക്കാവുന്ന ലെങ്ത് ഓഫ് ടൈമിനെയാണ് നമ്മൾ ഫ്ലോട്ട് ഓർ സ്ലാക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദ ടേം ഫ്ലോട്ട് ഈസ് യൂസ്ഡ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് നെറ്റ്വർക്ക് അനാലിസിസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ആക്ടിവിറ്റി ടൈംസ്. ഫ്ലോട്ട് എന്നുള്ളത് ബന്ധപ്പെട്ടിരിക്കുന്നത് ആക്ടിവിറ്റി ടൈമുകളുമായിട്ടാണ്. ഫ്ലോട്ട് മേ ബി അണ്ടർസ്റ്റുഡ് ആസ് ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. ഫ്ലോട്ടിനെ 3 തരത്തിൽ പറയുന്നുണ്ട്. ടോട്ടൽ ഫ്ലോട്ട് എന്നും ഫ്രീ ഫ്ലോട്ട് എന്നും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്നും പറയുന്നുണ്ട്. ഫ്ലോട്ട് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ആക്ടിവിറ്റി ടൈം. ലേറ്റസ്റ്റ് ആക്ടിവിറ്റി ടൈമും ഏർലിയസ്റ്റ് ആക്ടിവിറ്റി ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫ്ലോട്ട് 3 തരത്തിലുണ്ട്. ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് എന്താണെന്ന് ആദ്യം നോക്കാം. ടോട്ടൽ ഫ്ലോട്ട് ഈസ് ദ ഡ്യൂറേഷൻ ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദ
പ്രൊജക്റ്റ് ഡിലേ ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യുന്ന ഡ്യൂറേഷനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് ഡിലേ ചെയ്യാതെ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊജക്റ്റ് ഡിലേ ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യുന്ന ഡ്യൂറേഷനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ by which an activity can be delayed without delaying the project. It is the difference between the time available to perform the activity and expected completion time of the activity. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് ടൈമും ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കലി ടോട്ടൽ ഫ്ലോട്ട് ഈസ് the difference between latest start time and earliest start time of an activity. ഒരു ആക്ടിവിറ്റിയുടെ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഈ ഫോർമുലകളൊക്കെ മനസ്സിലാക്കി വെക്കണം. ടോട്ടൽ ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു LST മൈനസ് EST ആണ്, അല്ലെങ്കിൽ LFT മൈനസ് EFT ആകാം, രണ്ടും ആകാം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈമും ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമും തമ്മിൽ വ്യത്യാസമോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമോ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമും തമ്മിൽ വ്യത്യാസമാണ് ടോട്ടൽ ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഫ്രീ ഫ്ലോട്ട്. എന്താണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്? ഫ്രീ ഫ്ലോട്ട് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ ടോട്ടൽ ഫ്ലോട്ട് വിത്തിൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി മാനിപ്പുലേറ്റഡ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഫ്ലോട്ട് ഓഫ് സബ്സീക്വൻറ്റ് ആക്ടിവിറ്റീസ്. സബ്സീക്വൻറ്റ് ആക്ടിവിറ്റീസിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു ആക്ടിവിറ്റി മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന പോർഷനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീ ഫ്ലോട്ട് ഈസ് ബേസ്ഡ് ഓൺ the possibility that all the events occur at their earliest time. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുന്നത് എല്ലാ ഇവൻസുകളും ഏർലിയസ്റ്റ് ടൈമിൽ ഒക്കർ ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ബേസിലാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്നുള്ള കോൺസെപ്റ്റ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ബൈ വിച്ച് ദ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലൈഡ് ബിയോണ്ട് ഇറ്റ്സ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് സക്സീഡിങ് ആക്ടിവിറ്റി. സക്സീഡിങ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിനെ അഫക്റ്റ് ചെയ്യാതെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിൽ ഡിലേ ചെയ്യപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയുടെ ടൈമിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ ടൈം ബൈ വിച്ച് ദ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ്. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ഡിലേ ചെയ്യപ്പെടുകയാണ്. എപ്പോഴാണ്? ബിയോണ്ട് ഇറ്റ്സ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിന് പുറത്ത് വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഓഫ് എ സക്സീഡിങ് ആക്ടിവിറ്റി. സക്സീഡിങ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിനെ അഫക്റ്റ് ചെയ്യാതെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിന് പുറത്ത് ഒരു നിശ്ചിത ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഡിലേ വരുന്ന സമയത്തുള്ള ടൈമാണ് എന്ത് വരുന്നത്? ഫ്രീ ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഫ്രീ ഫ്ലോട്ട് ഈസ് ഈക്വൽ ടു EST ഓഫ് സക്സസർ മൈനസ് EST ഓഫ് ദ പ്രസൻറ്റ് ആക്ടിവിറ്റി. സക്സസർ ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ നിന്നും പ്രസൻറ്റ് ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഫ്ലോട്ട് കിട്ടും. സക്സസർ ആക്ടിവിറ്റി, സക്സസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സക്സസർ എന്ന് പറഞ്ഞാൽ ഒരു ആക്ടിവിറ്റിക്ക് പിന്നിലുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ സക്സസർ എന്ന് പറയുന്നത്. മുൻപിലുള്ളതാണെങ്കിൽ പ്രീഡിസസർ എന്ന് പറയാം. അപ്പോൾ സക്സസർ ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈമിൽ നിന്നും നിലവിലുള്ള ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഫ്ലോട്ട് എന്നുള്ളത് കിട്ടും. ഇനി ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അടുത്ത് പറയുന്നത്. It is that portion of the total float within which an activity can be delayed for start without affecting floats of preceding activities. ഇതിൽ നേരെ തിരിച്ച്, അതായത് പ്രിസീഡിങ് ആക്ടിവിറ്റിയുടെ ഫ്ലോട്ടിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യപ്പെടുന്ന ടോട്ടൽ ഫ്ലോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മറ്റേതാണെങ്കിൽ സബ്സീക്വൻറ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ സക്സസർ ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ടൈമിനെ എഫക്റ്റ് ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യപ്പെടുന്ന ടൈം അല്ലെങ്കിൽ ടോട്ടൽ പോർഷൻ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിസീഡിങ് ആക്ടിവിറ്റിയുടെ ഫിനിഷിങ്ങിനെ തടസ്സപ്പെടാതെ അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യാതെ ഒരു ആക്ടിവിറ്റി ഡിലേ ചെയ്യപ്പെടുന്ന ഫ്ലോട്ടിൻ്റെ പോർഷനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ടൈം അവൈലബിൾ വെൻ പ്രിസീഡിങ് ആക്ടിവിറ്റീസ് ആർ കംപ്ലീറ്റഡ്. പ്രിസീഡിങ് ആക്ടിവിറ്റികൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ടൈമാണ്. അറ്റ് ദെയർ ലേറ്റസ്റ്റ് പെർമിസിബിൾ ടൈം ആൻഡ് ആൾ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ബി സ്റ്റിൽ കംപ്ലീറ്റഡ് അറ്റ് ദെയർ ഏർലിയർ പോസിബിൾ ടൈംസ്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ ഇവൻറ്റ് സ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കിട്ടും. അല്ലെങ്കിൽ EST ഫോർ സബ്സീക്വൻറ്റ് ആക്ടിവിറ്റി മൈനസ് LFT ഫോർ പ്രിസീഡിങ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്നുള്ളത് കിട്ടും.
നെഗറ്റീവ് വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ഈസ് കൺസിഡേർഡ് ആസ് 0. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടിൻ്റെ നെഗറ്റീവ് വാല്യൂവിനെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ലാസ്റ്റ് ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നു, സ്ലാക്ക് എന്ന് പറഞ്ഞൊരു കാര്യം കൂടി നമ്മൾ ഇന്നത്തെ പറയുന്നുണ്ട്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം സ്ലാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇവൻറ്റ്. ഫ്ലോട്ട് എന്നുള്ളത് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ടേം ആണെങ്കിൽ സ്ലാക്ക് എന്നുള്ളത് ഇവൻറ്റുകളുമായി ബന്ധപ്പെട്ട ടേമാണ്. സ്ലാക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ആൻഡ് ഇറ്റ്സ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈം. ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈമും ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ സ്ലാക്ക് എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി ഒക്കർ ചെയ്യാനുള്ള ഏറ്റവും അടുത്ത സമയവും ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഡിനോട്ട്സ് ദ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് വിത്തിൻ വിച്ച് ആസ് ആൻ ഇവൻറ്റ് ക്യാൻ ഒക്കർ. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നതിൻ്റെ ഫ്ലെക്സിബിലിറ്റി റേഞ്ചാണ് സ്ലാക്ക് എന്നത് ഡിഫൈൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളെന്താ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ കാര്യത്തിൽ EST പറഞ്ഞു, EFT, ഇതിൻ്റെ തിയറികൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ തിയറി ഭാഗങ്ങളെ എല്ലാം തുടക്കം മുതൽക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ തിയറി ഭാഗങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ എങ്ങനെയാണ് ഇത് വരയ്ക്കുക, അതുപോലെ ക്രിട്ടിക്കൽ പാത്ത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തിയറിയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ EST എന്താണ്, EFT എന്താണ്, LST എന്താണ്, അതിൻ്റെ ഫോർമുലകൾ പഠിക്കണം. LFT എന്താണ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യാനുള്ള സ്റ്റെപ്പ്, പിന്നെ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു, ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും പറഞ്ഞു. ഫ്ലോട്ടിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ളത് ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ തിയറി ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.